മലയാളികൾക്കേറെ ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറെ അഭിമാനകരമായ നിമിഷമാണ്. മലയാളി താരം വേൾഡ് കപ്പിലേക്ക് യോഗ്യത അല്ലെങ്കിൽ ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുന്നു. സഞ്ജു സാംസൺ, നമുക്കറിയാം നേരത്തെ തന്നെ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ടീമിലേക്ക് വരുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആരാധകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എങ്ങനെ വിലയിരുത്താം സഞ്ജു സാംസന്റെ പ്രവേശനത്തെ? വളരെയധികം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. അതായത് അർഹിച്ചൊരു അംഗീകാരം തന്നെ സഞ്ജുവിനെ തേടി എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. സമീപകാലത്ത് ഉജ്ജ്വല പ്രകടനം, ഒപ്പം തന്നെ IPL ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും ഏറ്റവും മികച്ച രീതിയിലാണ് സഞ്ജു പെർഫോം ചെയ്തിരുന്നത്. അതിന് അർഹിച്ച ഒരു അംഗീകാരം തന്നെയാണ് സഞ്ജുവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആദ്യമായി സഞ്ജു എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ, ഏകദിന ലോകകപ്പിലും അതിനു മുമ്പുള്ള 2020 ലോകകപ്പിലും അടക്കം തന്നെ സഞ്ജുവിന് ഇടം കിട്ടാത്തതിൽ അദ്ദേഹത്തിന്റെ മലയാളി ആരാധകർ വലിയ നിരാശയിലായിരുന്നു. പക്ഷേ സഞ്ജു അദ്ദേഹത്തിന്റെ നിർണായക ഘട്ടത്തിൽ, നിർണായക സമയത്ത് തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ മറ്റംഗങ്ങൾ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയാണ് നായകൻ, വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടീം പോയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സെലക്ഷൻ ഋഷഭ് പന്തിന്റെയാണ്. അപകടത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം IPL-ലൂടെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഋഷഭ് പന്തും ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു. വലിയ മാറ്റം വന്നിരിക്കുന്നത് ഒരുപക്ഷെ സമീപകാലത്ത് ഇന്ത്യൻ ടീമിന്റെ ഫിനിഷർ റോളിലുണ്ടായിരുന്ന റിങ്കു സിംഗിന് ടോപ്പ് 15-ൽ ഇടം പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. IPL-ൽ അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ തിരിച്ചടിയാവാൻ ഒരു കാരണമുണ്ടായത്. ഒടുവിൽ അദ്ദേഹത്തിനെ റിസർവുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലും സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമായി അറിയപ്പെട്ടിരുന്ന ശുഭ്മാൻ ഗില്ലിനും ടോപ്പ് 15-ൽ ഇടം പിടിക്കാനായിട്ടില്ല. അദ്ദേഹം റിസർവുകളുടെ കൂട്ടത്തിലാണ്. ശിവം ദൂബെയാണ് വളരെ ഒരു സർപ്രൈസ് എൻട്രി എന്ന് പറയുന്നത്. ശിവൻ ദൂബെയാണ്. ഈ IPL-ന് മുമ്പ് ഒക്കെ തന്നെ ശിവൻ ദൂബെയുടെ പേര് ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം, പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരായ അദ്ദേഹത്തിന്റെ അറ്റാക്ക്, ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഫാസ്റ്റ് ബൗളേഴ്സിനെതിരെയും അദ്ദേഹത്തിന്റെ ആ അറ്റാക്ക് ഉപയോഗിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കരീബിയൻ ദ്വീപുകളിലൊക്കെ തന്നെ സ്ലോവർ ട്രാക്കുകളാണ്. അപ്പോൾ സ്പിന്നേഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിരിക്കും എല്ലാ ടീമുകളും ഉപയോഗിക്കുക. അപ്പോൾ സ്പിന്നേഴ്സിനെ കടന്നാക്രമിക്കുന്ന ഒരു താരം എന്ന തരത്തിലാണ് ശിവൻ ദൂബെയെ എടുത്തതായി മനസ്സിലാക്കുന്നത്. ബൗളിംഗ് നിരയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കില്ലാതെ പോയ, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ തോൽവിക്ക് വലിയ കാരണമായിരുന്ന ഈ പന്തിന്റെ ജസ്പ്രീത് ബുംറയുടെ അഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജസ്പ്രീത് ബുംറ തിരിച്ചു വരുന്നു. കൂട്ടിന് മുഹമ്മദ് സിറാജും ഹർഷദീപ് സിംഗുമാണ് ഉള്ളത്. എന്തായാലും ഇന്ത്യ ഒരു മികച്ച ഇലവനെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി ഉണ്ടാവുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലിയും ഈ അന്തിമ 15-ൽ ഇടം പിടിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അഹമ്മദാബാദിൽ BCCI സെക്രട്ടറി ജയ് ഷാ ഉൾപ്പെട്ട ഒരു യോഗത്തിൽ ഈ ഒരു ടീമിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്, ടീം തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ധാരണയായിരുന്നു, ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗീസ് പറഞ്ഞത് തന്നെയാണ്, സഞ്ജുവിന്റെ ആ എൻട്രി അത് വലിയ രീതിയിൽ ആശ്വാസകരമാണ്, ഒപ്പം തന്നെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറെക്കാലം ഇന്ത്യൻ ടീമിന്റെ പടിവാതിക്കൽ ഉണ്ടായിരുന്ന സഞ്ജുവിന് ഒടുക്കൽ ലോകകപ്പ് ടീമിലേക്ക് വിളി വന്നിരിക്കുന്നു. പല കാലത്തും അവസരം തുലച്ചവൻ, ഇല്ലെങ്കിൽ പ്രതിഭയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാത്തവൻ എന്നുള്ള തരത്തിലുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ IPL-ൽ ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ, ബാറ്റർ എന്ന ഏത് തരത്തിലെടുത്തു നോക്കിയാലും സഞ്ജുവിന്റെ പ്രകടനം ഒരു തരത്തിലും വിമർശനം ഉന്നയിക്കാൻ കഴിയില്ല. ഇനി അറിയേണ്ടത് സഞ്ജുവിന് ഒന്നാം വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് ഇടം പിടിക്കാനാവുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മത്സരത്തെങ്കിലും സഞ്ജുവിന് ടീമിലേക്ക് വരുമാനമാവുമോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്തിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാവുന്നതാണ്. മത്സരത്തെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കുന്ന ഒരു താരമാണ്. ഒരുപക്ഷെ ഋഷഭ് പന്ത് തന്നെയായിരിക്കും ടീമിന്റെ ഒന്നാം വിക്കറ്റ് കീപ്പർ. പക്ഷേ സഞ്ജുവിന് ആ ഒരു അവസരത്തിലേക്ക് വരും എന്നേക്കുമെന്നുള്ള തരത്തിൽ ക്രിക്കിൻഫോ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ സഞ്ജു സാംസൺ ടീമിൽ വന്നു തന്നെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സഞ്ജു ആദ്യ 11-ൽ വരുമോ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യ മത്സരം 5-ാം തീയതിയാണ്, ജൂൺ 5-നാണ് നടക്കുക. അയർലാൻഡിനെതിരെയാണ് മത്സരം. പാകിസ്ഥാൻ അടക്കമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. എന്തായാലും വളരെയധികം ആഹ്ലാദിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗീസ്, അനുലോപ്പം തന്നെ ടീമിലേക്ക് പോവുകയാണെങ്കിൽ യുവതലമുറയുടെ ഒരു സാന്നിധ്യം, ഓപ്പണറായി യശസ്വി ജയ്സ്വാൾ വരുന്നു, ഒപ്പം തന്നെ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടുന്നു, ഒപ്പം ശിവൻ ദൂബെ അടക്കമുള്ള യുവതലമുറ കൂടി അല്ലെങ്കിൽ യുവതാരങ്ങൾ കൂടി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. എത്രത്തോളം യുവതാരങ്ങളുടെ ഒരു സാന്നിധ്യം അത് ടീമിന് എത്രത്തോളം ഒരു മികവ് നൽകും, അല്ലെങ്കിൽ ടീമിന്റെ ഏകോപനത്തെ അത് എത്രത്തോളം സഹായകരമാകും യുവതാരങ്ങളുടെ സാന്നിധ്യം?
തീർച്ചയായിട്ടും യുവതാരങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ പെട്ടെന്ന് ഓർമ്മ വരിക 2007 ലോകകപ്പിനെ കുറിച്ച് തന്നെയാണ്. പ്രഥമ 2020 ലോകകപ്പിൽ സച്ചിൻ ടെണ്ടുൽക്കറും ഒപ്പം തന്നെ രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള താരങ്ങൾ മാറ്റി നിർത്തി MS ധോണിയുടെ നേതൃത്വത്തിലുള്ള ഒരു യുവനിരയാണ് ഇന്ത്യക്ക് അന്ന് ഇറങ്ങിയത്. വളരെ അപ്രതീക്ഷിതമായ ഒരു അണ്ടർഡോഗ്സ് എന്ന തരത്തിൽ തന്നെ ഇന്ത്യ മുന്നേറുകയും ഒടുവിൽ കിരീടം നേടുകയും ചെയ്തു. അതിനുശേഷം പലപ്പോഴും സീനിയർ താരങ്ങളാണ്. അപ്പോൾ ഇത്തവണയും ഒരു പിടി മികച്ച യുവതാരങ്ങൾ ഇന്ത്യൻ നിരയിലുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് യശസ്വി ജയ്സ്വാളിനെ തന്നെയാണ്. സമീപകാലത്ത് അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. 161 സ്ട്രൈക്ക് റേറ്റിലൊക്കെ തന്നെ അദ്ദേഹം കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓപ്പണിംഗ് സ്പോട്ടിൽ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം വന്നാൽ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പവർ പ്ലേയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റന്റ് വളരെയധികം വലുതാണ്. അദ്ദേഹത്തിന്റെ ആ പ്രകടനം നമുക്ക് വലിയ രീതിയിൽ പ്രതീക്ഷിക്കും. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു പേര് ശിവൻ ദുബേയുടെയാണ്. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് സ്പിന്നേഴ്സിനെ കൂടുതൽ സഹായിക്കുന്ന ഒരു പിച്ചാണ് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലായിട്ടും ഉണ്ടാവുക. അപ്പോൾ സ്പിന്നേഴ്സിനെ കളിക്കാൻ അറിയുന്ന ഒരു പ്ലെയർ മിഡിൽ ഓർഡറിൽ നിർണായകമാണ്. അപ്പോൾ ശിവം ദുബെയുടെ വരവ് ഇന്ത്യക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊട്ടനവധി യുവതാരങ്ങൾ ഋഷഭ് പന്ത് ആവട്ടെ, സഞ്ജു ആവട്ടെ, ഇവരൊക്കെ തന്നെ ഇപ്പോൾ 100-ലധികം മത്സരങ്ങളുടെ എക്സ്പീരിയൻസ് IPL-ലും അതിനപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഒപ്പം തന്നെ വിരാട് കോഹ്ലിയും. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിരിക്കുന്നു.